السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരണത്തിനിടയിൽ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്ന ഗസ്വത്തുൽ ബനു മുസ്തലഖ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഭവവും ആ യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതരായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും മടങ്ങി വരുന്നതിനിടക്ക് സംഭവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞ് ഇടക്ക് അവസാനിപ്പിച്ചത്. അതായത് ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയിരുന്ന നേരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പുറത്തു പോവുകയും, ഞാൻ വിശദീകരിക്കുന്നില്ല, ഓർമ്മ പുതുക്കാൻ വേണ്ടി ചുരുക്കി പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്തുപോയി തിരികെ വന്നു നോക്കുമ്പോൾ സംഘത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളും സ്ഥലം വിട്ടിട്ടുണ്ട്. മഹദി തിരിച്ചു വന്ന നേരത്ത് ആരെയും അവിടെ കണ്ടില്ല. അവർ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആ അവസരത്തിലാണ് മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു വരികയും ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കാണുകയും അവരെയും കൂട്ടി അവരെ വാഹനപ്പുറത്ത് കയറ്റിയിരുത്തി സഫ്വാൻ റളിയല്ലാഹു അൻഹു അവരെയും നയിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദീനയിലെ മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്വത്തിന് കളങ്കം ചാർത്തുവാൻ തങ്ങൾക്ക് ഒരവസരമാണെന്ന് കണക്കുകൂട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും പേരിൽ വ്യഭിചാരാരോപണം മദീനയിൽ ഒട്ടുക്ക് പറഞ്ഞു പ്രചരിപ്പിച്ച സന്ദർഭത്തെയാണ് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു വെച്ചത്. എനിക്ക് നല്ലോണം ബോധ്യമുണ്ടായിരുന്നു ഞാൻ നിരപരാധിയാണ്. എന്റെ റബ്ബ് എന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല ഖിയാമത്ത് നാൾ വരെ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ ഓതപ്പെടുന്ന ഒരായത്ത് എൻ്റെ വിഷയത്തിൽ ഇറക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അള്ളാന്റെ റസൂലിന് വല്ല സ്വപ്നവും കാണുമായിരിക്കും. അള്ളാഹ് ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തിട്ട് ഞാൻ നിരപരാധിയാണ് എന്ന വിവരം സ്വപ്നത്തിലൂടെ അള്ളാന്റെ റസൂലിന് കിട്ടുമായിരിക്കും. അങ്ങനെ അതെന്നോട് വന്ന് പറയുമായിരിക്കും എന്നൊക്കെ കണക്ക് കൂട്ടി
എന്റെ വിഷയത്തിൽ ഖിയാമത്ത് നാൾ വരെ ലോക മുസ്ലിമീങ്ങൾ ഓതിക്കൊണ്ടിരിക്കാൻ മാത്രം ഒരു സൂറത്തിലെ 10-11 ആയത്തുകളൊക്കെ ഇറങ്ങുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ പല ചിന്തകൾ കാരണത്താൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ അവസരത്തിൽ നബി തങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ട്, പോയിട്ടില്ല. വീട്ടിലുള്ളവരാരും പുറത്തു പോയിട്ടില്ല. ആ അവസരത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വഹീന്റെ ലക്ഷണം ഞാൻ കണ്ടു. എന്താ വഹീന്റെ ലക്ഷണം? അതിശൈത്യമുള്ള ഏറ്റവും തണുപ്പുള്ള രാത്രിയിലോ സമയത്തോ ആണെങ്കിൽ പോലും അള്ളാന്റെ റസൂൽ ഇങ്ങനെ വിയർക്കും. വിയർത്തിട്ട് അവിടുത്തെ നെറ്റിത്തടത്തിലും ശരീരത്തിലുമൊക്കെ വിയർത്ത് വിയർപ്പ് ഇങ്ങനെ മുത്തുമണികളെ പോലെ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ഉതിർന്നു വീഴും. വഹി വരുമ്പോ കുറെ കഴിഞ്ഞ് ആ വിയർപ്പങ്ങിട്ട് വറ്റി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രത്യേക ഭാവമാറ്റം എൻ്റെ കണ്ണിൽപ്പെട്ടു. അത് കഴിഞ്ഞ് ആ ഭാവമാറ്റത്തിൽ നിന്ന് റെഡിയായി ആ വഹയാണ് കിട്ടിക്കഴിഞ്ഞാൽ പ്രവാചകൻ നോർമലാകും. വഹി വരുന്ന അവസരത്തിലുള്ള പല അനുഭവങ്ങളാണ് സഹാബിമാർ വിവരിക്കുന്നത്. ഏറ്റവും നല്ല തണുപ്പുള്ള രാത്രിയിലോ സമയത്തോ ആണെങ്കിൽ പോലും വഹി ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഭാരം നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ആകെ ശരീരത്തിലൊരു വിറയൽ ബാധിച്ച് മുഖം വിവർണമായി നന്നായി വിയർത്തൊലിക്കും. മുത്തുമണികൾ ഉതിർന്നു വീഴും പോലെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ വെട്ടിച്ചാടും. ഈ ഒരു സന്ദർഭം അതാണ്ട് അവസാനിച്ചപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഫകാന അവ്വലു കലിമത്തിൻ തകല്ലമ ബിഹാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചരിച്ച ആദ്യത്തെ വാക്ക് തന്നെ യാ ആയിഷ, ആയിഷ അമ്മല്ലാഹു അസ്സ വജല്ല ഫഖദ് ബർറഅകി, നിന്നെ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു ആയത്തിറക്കിപ്പോയി. നിന്റെ നിരപരാധിത്വം അല്ലാഹു തെളിയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഈ ആയത്ത് ഇങ്ങോട്ട് ഓതുകയാണ്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബതും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും എന്ന് തുടങ്ങുന്ന ആയത്തുകൾ, ആ ആയത്തുകൾ ഇങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം തെളിയിക്കുന്ന ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പ്രഖ്യാപിച്ചു ഓതി കേൾപ്പിച്ചപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഖൂമി ഇലൈ, മോളെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ല്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെല്ല്, എന്നിട്ട് നന്ദി പറയേ റസൂലുള്ളാഹിനോട് എന്ന് ഉമ്മ എന്നോട് ആവശ്യപ്പെട്ടു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, വല്ലാഹി ലാ ഖൂമു ഇലൈഹി, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് പോകൂല, നിങ്ങളുടെ അടുത്തേക്കും ഞാൻ എഴുന്നേറ്റ് വരൂല നന്ദി പറയാൻ. വലാ അഹ്മദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനോടല്ലാതെ അല്ലാഹയെ ഞാൻ സ്തുതിക്കൂല. എൻ്റെ റബ്ബല്ലേ എൻ്റെ കാര്യത്തിൽ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചത്. ഞാൻ നിങ്ങളോടൊക്കെ എത്ര തവണ കെഞ്ചി പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളോടല്ല നന്ദി പറയേണ്ടത്, എൻ്റെ റബ്ബിനോടല്ലാതെ എനിക്ക് നന്ദി വാക്കുകളില്ല. അല്ലാഹു തൻ്റെ കാര്യത്തിൽ ആയത്തിറക്കി. സൂറത്തുൻ നൂറിലെ 10 വരുന്ന ആയത്തുകൾ ഈ വിഷയത്തിലാണ് അവതരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ അല്ലാഹു തആല ആയത്തിറക്കുക. എന്താണ് ആ ആയത്തുകളിലൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കണം, ഒരു ചുരുങ്ങിയ നിലക്കെങ്കിലും പഠിക്കണം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, അല്ലാഹ് പറയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് സൂറത്തുൻ നൂറിലെ ആയത്തിറക്കുന്നു. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി, നിശ്ചയമായും ദുരാരോപണവും കൊണ്ടുവന്നവർ, ഉസ്ബത്തും മിൻകും, നിങ്ങളിലെ ഒരു ചെറിയ സംഘമാണ്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും, അത് നിങ്ങൾക്ക് ശർറാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകണ്ട. ബൽ ഹുവ ഖൈറുൽ ലക്കും, പക്ഷേ അത് നിങ്ങൾക്ക് നന്മതിനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയണ്, നിങ്ങളുടെ കുടുംബത്തിനും റസൂലുള്ളാഹിക്കും നിങ്ങളുടെ കുടുംബത്തിനൊന്നും അതുകൊണ്ട് ഒന്നും വരാനില്ല, നിങ്ങൾക്ക് ഖൈറായിട്ടാപ്പ വന്നത്, ഒരുപാട് ഖൈർ. കാരണം ഈ സംഭവം മുഖേന ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചുള്ള ഈ ആയത്തുകൾ ഖിയാമത്ത് നാൾ വരെ ലോക മുസ്ലിമീങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ അത് ഖൈറായില്ലേ? എപ്പോഴും അവരെ ഓർക്കല്ലേ, അവരുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം മനസ്സിലാവല്ലേ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വം മനസ്സിലാവല്ലേ, സുഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വവും നിരപരാധിത്വവും തെളിയിക്കപ്പെടല്ലേ. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ശർറ് വിചാരിച്ചിട്ടാണ് ഈ മുനാഫിക്ക് ഇത് പറഞ്ഞു വരത്തിയതെങ്കിലും നിങ്ങൾക്കത് ഖൈറാണ് ഭവിച്ചത്, നിങ്ങൾക്കത് ഖൈറാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ശർറും വരാനില്ല. ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി, അതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പങ്കെടുത്തതിന്റെ തോതനുസരിച്ച് കുറ്റം കിട്ടും.
ആരൊക്കെ അതിൽ ഭാഗവാക്കായി സംസാരിച്ചോ എല്ലാവർക്കും അതിനനുസരിച്ച പാപങ്ങളുണ്ട്. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും, അവരുടെ കൂട്ടത്തിൽ അതിന്റെ ഏറ്റവും മുഖ്യമായ പ്രചരണം ഏറ്റെടുത്ത് നടത്തിയ അബ്ദുള്ളയുണ്ടല്ലോ, ലഹു അദാബുൻ അദീം, അവന് വമ്പിച്ച ശിക്ഷ തന്നെയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ് ഇതിന്റെ നേതാവ്. അത് കേട്ട് കുറെ ആളുകൾ പിന്നാലെ കൂടിയിട്ടുണ്ട്, മുനാഫിക്കുകൾ. സാധുക്കളായ ചില വിശ്വാസികളും പെട്ടുപോയിട്ടുണ്ട്. ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു, മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു, ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പോലെയുള്ള ആളുകളൊക്കെ, അതായത് നുണയാനും നേരാനും പറയണ്ടെന്ന് പറഞ്ഞു നിന്നു. നേരാനും പറയണ്ട, നുണയാനും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നു. നല്ലൊരു വിഭാഗം സഹാബിമാർ പറഞ്ഞു പച്ചക്കളവാണ് പറഞ്ഞത്, അടിയുറച്ചു നിന്നു. കുറച്ച് ആൾക്കാർ നമ്മളതിനെ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു നിന്നു. വേറെ ചിലര് സംഭവിച്ചു എന്നും പറഞ്ഞിട്ട് നിന്നു, മുനാഫിക്കീങ്ങൾ. അപ്പോ ഇതിൽ ഭാഗഭാക്കായി ഇതിന്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ച അബ്ദുള്ളാക്ക് കഠിനമായ ശിക്ഷയുണ്ട്. പിന്നെ ആരൊക്കെ അതിൽ എത്രയൊക്കെ നിലക്ക് ഭാഗവാക്കായിട്ടുണ്ടോ അവർക്കൊക്കെ അവരുടേതായ കുറ്റത്തിന് ശിക്ഷയുണ്ട്. വ്യഭിചാരോപണം പറഞ്ഞു എന്ന നിലക്ക് ഈ പറയപ്പെട്ട സഹാബിമാരായ 2-3 ആളുകൾക്ക് 80 അടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചു. ഇവർക്കൊക്കെ 80 അടി കൊടുത്തു. അബ്ദുള്ളാക്ക് അടി കൊടുത്തില്ല. കാരണം അവൻ ഇവിടെ അടി കൊടുത്ത് നാളെ പരലോകത്ത് കുറഞ്ഞു പോണ്ട, അവനിക്ക് ഏറ്റവും കഠിനമായ നരകം വരാനിരിക്കുന്നുണ്ട്. മാത്രല്ല അവൻ ഇത് തെളിവ് കിട്ടാത്ത നിലക്കായിരുന്നു അവന്റെ സംസാരം എന്നാണ്. തന്ത്രമുള്ളവൻ അങ്ങനെയാണല്ലോ ചെയ്യാ. താൻ പറഞ്ഞതിന് തെളിവൊന്നുമില്ലാതെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന, ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക. അവൻ പറഞ്ഞതിന് രേഖയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അബ്ദുള്ളയും തന്നെ നേർക്കുനേരത് പറഞ്ഞതിന് രേഖയൊന്നുമില്ല. എന്നാൽ എല്ലാ കുതന്ത്രങ്ങളുടെയും ഉസ്താദ് അവനാണ് എല്ലാ രൂപത്തിലുള്ള കുതന്ത്രങ്ങളും ചെയ്ത് പ്രവർത്തിച്ചത്. അങ്ങനെ അതാ അവനെയും അതിൽ പങ്കെടുത്തവരെ വിമർശിച്ചുകൊണ്ട് ആയത്തിറക്കി. എന്നിട്ട് അല്ലാഹ് ഈ സംഭവത്തെ സന്ദർഭമാക്കിക്കൊണ്ട് നാം അടങ്ങുന്ന ലോകത്തുള്ള എല്ലാവരോടും പറയാണ്, ലൗലാ ഇദ് സമിഅ്തുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ. ഇത് കേട്ട മാത്രയിൽ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അതേ അവർക്ക് പറഞ്ഞുകൂടായിരുന്നു, മുഅ്മിനീങ്ങൾക്ക് അത് നല്ലത് വിചാരിച്ചുകൂടായിരുന്നില്ലേ? വഖാലൂ, അവർക്ക് പറയാമായിരുന്നില്ലേ, ഹാദാ ഇഫ്കും മുബീൻ, ഇത് വ്യക്തമായ കറ്റികട്ടിയുള്ള കള്ളം തന്നെ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ പറയാമായിരുന്നില്ലേ? ഇങ്ങനെ ഒരു ദുരാരോപണം കേട്ടാൽ അത് പാടി നടക്കരുത്, നമുക്കുള്ള പാഠാണ്. ഒരാളെക്കുറിച്ച് ഇങ്ങനെ വ്യഭിചാരോപണം പറഞ്ഞു കേൾക്കുമ്പോഴേക്ക് അത് പറഞ്ഞു പ്രചരിപ്പിക്കരുത്, നല്ലത് വിചാരിക്കുക, അങ്ങനെ സംഭവിക്കൂല, അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിശ്വാസികൾ പരസ്പരം എന്ത് ചെയ്യണം? നല്ലത് വിചാരിക്കണം. അങ്ങനെ നല്ലത് വിചാരിച്ചേ അതിലേക്ക് ചെവി കൊടുക്കണ്ട എന്ന് പറഞ്ഞത് വിട്ടുകളയണം. അതല്ലെങ്കിൽ അങ്ങനെ പറയുന്നവൻ 4 സാക്ഷികളെ ഹാജരാക്കാത്തതെന്തേ? ലൗലാ ജാഊ അലൈഹി ബിഅർബഅത്തി ശുഹദാ, 4 സാക്ഷികളെ കൊണ്ടുവരാത്തതെന്തേ? ഫഇദലം യഅതൂ ബിശുഹദാഇ ഫൗലായിക ഇൻദല്ലാഹി ഹുമുൽ കാദിബൂൻ. 4 സാക്ഷികളെ കൊണ്ടുവരാത്തവർ അള്ളാഹുവിന്റെ അടുക്കൽ പെരും കള്ളന്മാര് തന്നെയാകുന്നു. അത്ര വലിയ പാപാണിത്. പറഞ്ഞോന്റെ പുറത്ത് 80 അടിയാണ്. വ്യഭിചാരോപണം പറഞ്ഞാൽ അത് തെളിയിക്കാൻ 4 സാക്ഷികളെ കൊണ്ടുവന്നവന് സാധ്യമല്ലെങ്കിൽ 80 അടിയ പറഞ്ഞോന്റെ പുറത്താണ്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അല്ലാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ ലമസ്സകും ഫീമാ ഫദതും ഫീഹി അദാബുൻ അദീം, അതിൽ പെട്ടുപോയവരുടെ മേലൊക്കെയും അല്ലാഹുവിന്റെ വമ്പിച്ച ശിക്ഷ ചൊരിയുമായിരുന്നു. അത്ര വലിയ പാപാ നിങ്ങൾ പറഞ്ഞത്. ഇത് തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ അത് ഏറ്റെടുത്തു. നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ ആ പ്രചരണം ഏറ്റെടുത്തു. വതഖൂലൂന ബിഅഫ്വാഹികും, നിങ്ങളുടെ വായകൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞു നടക്കുകയും ചെയ്തു. മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, നിങ്ങൾക്കൊരറിവുമില്ലാത്തത്. ഒരറിവുമില്ലാതെ വെറുതെ അല്ലേ ഈ ആരോപണം പറഞ്ഞു നടക്കുന്നത്? എന്തെങ്കിലും തെളിവുണ്ടോ? എന്തെങ്കിലും വല്ല രേഖയുമുണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് വെറുതെ വിശ്വാസികളുടെ പേരിൽ ഈ രൂപത്തിലുള്ള ആരോപണം പറഞ്ഞു നടക്കുന്ന ആളുകൾ വതഹ്സബൂനഹു ഹയ്യിനാ, അവരത് വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. വഹുവ ഇൻദല്ലാഹി അളീം, അത് അല്ലാഹുവിന്റെ അടുക്കൽ വമ്പിച്ച അപരാധം തന്നെ. അങ്ങനെ ഒരാളെ കുറിച്ചുള്ള ആരോപണം പറയാ, എല്ലാവരെയും ധാരണ എന്താണെന്നറിയോ? ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് കേട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു രസം ആളുകൾക്ക്. ഒരാണ് ഒരു പെണ്ണ്, അങ്ങനെ 2 ആളെയും ബന്ധപ്പെടുത്തി എന്തെങ്കിലും കഥ കിട്ടിയാൽ ആളുകൾക്ക് വലിയ കൊശിയായി.
പിന്നെ എല്ലാവരും ഉറക്കമൊക്കെ ഒഴിച്ചത് ഇരുന്ന് ചർച്ച ചെയ്യണം. അവിടെ അങ്ങനെ, അവനിങ്ങനെ, ഇവളിങ്ങനെ, ഇങ്ങനെ പറഞ്ഞ് ഇതിന്മേലിങ്ങനെ സമയം കണ്ടെത്തും. ആളുകളുടെ ധാരണ ഈ രൂപത്തിലുള്ള വർത്തമാനമൊക്കെ പറയൽ നിസ്സാരാണെന്നാണ്. ഇതൊക്കെ വളരെ നിസ്സാരാണ് എല്ലാവരും വിചാരിക്കുന്നത്. ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് രസിക്കൽ. അള്ളാന്റെ അടുക്കൽ ഇത് വമ്പിച്ച ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നു, മുഅ്മിനുകളോട്, വിശ്വാസികളോട് ചോദിക്കുന്നു, വലൗലാ ഇദ് സമഅ്തുമൂഹു, ആ വാർത്ത കേട്ട മാത്രയിൽ നിങ്ങൾക്ക് ഖുൽതും, നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാമായിരുന്നില്ലേ, മാ യകൂനു ലനാ, ഞങ്ങൾക്ക് പാടില്ല തന്നെ, അന്നതകല്ലമ ബിഹാദാ, ഇത്തരം വാർത്തകൾ സംസാരിക്കാനേ ഞങ്ങൾക്ക് പാടില്ല, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, അല്ലാഹുവേ നീ മഹാപരിശുദ്ധനാണ്, ഇത് വമ്പിച്ച കളവ് ആരോപണം തന്നെ, ഇത് വമ്പിച്ച കളവ് തന്നെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നാവടങ്ങി ഇരുന്നൂടായിരുന്നോ? എന്തിനാ നിങ്ങൾ പറയാൻ പോയത്? നിങ്ങൾക്ക് മിണ്ടാതിരുന്നുകൂടായിരുന്നില്ല? ഇതിനെപ്പറ്റി മിണ്ടാനേ പാടില്ല എന്ന് പറയാമായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, യഅ്ലുകുമുല്ലാഹ്, ഇതൊക്കെ അല്ലാഹു നിങ്ങളോട് ഉപദേശിക്കുന്നത്, അൻ തഊദൂ ലിമിസ്ലിഹി അബദാ, ഇനി ഒരു കാലത്തും ഇതുപോലെ ഒന്നിലേക്ക് നിങ്ങൾ ആരും മടങ്ങിപ്പോകരുത്, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, മുഅ്മിനുകളാണെങ്കിൽ നിങ്ങളോട് പറയണം. എന്തിനായി ഇത് പറഞ്ഞു തരുന്നത്? അല്ലാഹ് പറയാണ്, ഒരാളെക്കുറിച്ചും വ്യഭിചാരോപണം പറയരുത്, അങ്ങനെ മിണ്ടാനേ പാടില്ല, ആ വാർത്ത പ്രചരിപ്പിക്കരുത്, അതിങ്ങനെ കാതിൽ നിന്ന് കാതിലേക്ക് കൊടുക്കരുത്, അത് പറഞ്ഞ് രസിക്കരുത്. അത്തരം വാർത്തകൾ കേട്ടാൽ നാവടക്കണം, എനിക്കിത് പറയാൻ പാടില്ല, ഇത് പറയാൻ ഞാൻ ആളല്ല, ഇത് അതാണ് കേസ് എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കാനാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. അതിനാ നിങ്ങളോട് ഇത് ഉപദേശിക്കുന്നത്. സംഭവിച്ചത് സംഭവിച്ചു, ഇനി മേലാൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി. എന്ന് മാത്രല്ല, അല്ലാഹ് വീണ്ടും പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്കിടയിൽ നീചമായ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കും. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അല്ലാഹയാണ് എല്ലാം അറിയുന്നവൻ, നിങ്ങൾ അറിയുന്നവരല്ല. എന്നിങ്ങനെ പറഞ്ഞ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ ഈ ആയത്തുകൾ അല്ലാഹു തആല ഇറക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ആയിഷ റളിയല്ലാഹു തആല അൻഹ 40 ദിവസത്തോളം ഈ സങ്കടം കൊണ്ട് കഴിച്ചുകൂട്ടി. മദീനയിൽ ഈ സംസാരം, വളരെയേറെ പ്രയാസങ്ങൾ, വഹ്യ് വരാൻ വൈകാണ്, വഹ്യ് കിട്ടുന്നില്ല. ഇന്ന് ഖുതുബയിൽ നിങ്ങൾ ശ്രമിച്ചില്ലേ, വഹ്യ് എന്ന് പറയുന്നത് അല്ലാഹ് ഉദ്ദേശിക്കുന്ന നേരത്തെ കിട്ടൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താണ് ഈ വിഷയത്തിലൊരു തീരുമാനം, വരുന്നില്ലല്ലോ, വന്നില്ല. അല്ലാഹ് കണക്കാക്കിയ 1 മാസവും കഴിഞ്ഞിട്ടാണ് ഈ ആയത്തിറക്കുന്നത്. അപ്പൊ അതിലൊക്കെ ഒരുപാട് ഹിക്മത്തുകൾ അല്ലാഹുവിനുണ്ടാകും, നമുക്കതറിയൂല. അതാണ് അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഷർറാണെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾക്കിത് ഖൈറായിട്ടാ അപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ നമുക്ക് വലിയ ഷർറാണെന്ന് വിചാരിക്കുന്ന പലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പര്യവസാനം നമുക്ക് ഖൈറായിട്ടാ മാറുക. അത് അല്ലാഹയാണ് അറിയുന്നവൻ. അല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അല്ലാഹയാണ് അറിയുന്നത്, നിങ്ങൾ അറിയുന്നവരല്ല. ഇവിടെ ഇതിന്റെ ഗൗരവം ഇസ്ലാം പറയാണ്. വ്യഭിചാരാരോപണം എന്ന് പറയുന്നത് പറയാനേ പാടില്ല. ഒരാളെക്കുറിച്ച് ഇല്ലാത്ത ഒരാരോപണവും പറയാൻ പാടില്ല. വ്യഭിചാരാരോപണമാവുമ്പോൾ അതിന്റെ ഗൗരവം കൂടി. ഇതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് ഒരാൾ ശിർക്ക് ചെയ്യാത്ത ഒരാൾ ശിർക്ക് ചെയ്തു എന്ന് പറയല്. വ്യഭിചാരാരോപണം, വ്യഭിചാരം ശിർക്കിൽ താഴെയുള്ള പാപമാണ്. ഒമ്പിച്ച പാപങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാപമാണ് വ്യഭിചാരം. എന്നാൽ ഒന്നാമത്തെ ഏറ്റവും അല്ലാഹ് പൊറുക്കൂല എന്ന് പറഞ്ഞ പാപം ഏതാണ്? ശിർക്ക്. ഒരു ശിർക്ക് ചെയ്യാത്തൊരു മനുഷ്യനെ കുറിച്ച് അയാൾ മുശ്രിക്കാണെന്ന് പറഞ്ഞാലോ, അതുകൊണ്ട് ഇതൊന്നുമല്ല സംഭവിക്കുക. അയാൾ ദീനിൽ തന്നെയാണ് പോവും, കാഫറായി പോകും. ഒരാള് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറയണം, അയാൾ ഇന്നാളോട് പ്രാർത്ഥിക്കുന്നയാളാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ പല സ്ഥലങ്ങളിലും പലരും പലരോടും പ്രാർത്ഥിക്കുന്നുണ്ട്, അവരത് സമ്മതിക്കുന്നുണ്ട്. ഖബറാളികളുടെ സമീപത്ത് ചെന്ന് ആ ഖബറിൽ കിടക്കുന്ന മഹാത്മാക്കളോട് നേരിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് എന്ന് നമ്മുടെ നാട്ടിലുള്ള അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ സമൂഹത്തെയും അവരെയും ബോധവൽക്കരിക്കാറുമുണ്ട്. റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ശൈഖുമാരോടും ബീവിമാരോടും തങ്ങന്മാരോടും ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല
എന്ന് നമ്മൾ സമൂഹത്തോട് പറയാറുണ്ട്. എന്താ കാരണം? റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവരത് സമ്മതിക്കുകയും ചെയ്യാറുണ്ട്. അതേ അവസരത്തിൽ അങ്ങനെ ചെയ്യാത്ത ഒരാളെ കുറിച്ച് പറയാണ്, ഈ മനുഷ്യൻ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവനാണ്, ഇയാൾ മലക്കിനെ വിളിച്ച് തേടുന്നവനാണ് എന്നൊരാളെ കുറിച്ച് പറഞ്ഞാൽ അയാൾ അത് ചെയ്യുന്നുണ്ടോ? അയാളത് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് അങ്ങനെയുള്ള വമ്പിച്ച ദുരാരോപണം ഒരാളെക്കുറിച്ചോ ഒരു സമൂഹത്തെക്കുറിച്ചോ പറഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ ഗൗരവം? എന്തായിരിക്കും ഇതിന്റെ ഗൗരവം? ഇതുകൊണ്ടൊന്നും തീരൂല. അതുകൊണ്ട് അത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ കേൾക്കുമ്പോൾ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, ഇത് വമ്പിച്ച കളവാകുന്നു, ഇതിൽ ഒരു സത്യവുമില്ല, ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരട്ടെ. ഒരു തെളിവും ഒരാൾക്കില്ലല്ലോ. ആരാണിവിടെ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതാളുകളാണിവിടെ? ജിന്നെ രക്ഷിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുള്ളത് ആരുമില്ല. ദുരാരോപണങ്ങൾ സമൂഹത്തിൽ പലരും പറയാറുണ്ട്. വ്യഭിചാരാരോപണത്തെക്കാൾ ഗൗരവമുള്ള ആരോപണമാണ് ഒരാളെക്കുറിച്ച് ശിർക്കും കുഫറും ആരോപിക്കൽ. ആ പറയപ്പെട്ട വ്യക്തിയിൽ ആ ശിർക്കില്ലെങ്കിൽ, ആ കുഫറില്ലെങ്കിൽ പറഞ്ഞവരിലേക്ക് തിരിച്ചടിക്കും എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരാളെ കാഫിറേ എന്ന് വിളിച്ചാൽ അയാൾ കാഫിർ അല്ലെങ്കിൽ പറഞ്ഞോ കാഫിറാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്ര ഗൗരവമുള്ള സംഗതിയാണ്. ഒരാരോപണം ഒരാളെക്കുറിച്ചും പറയരുത്, ഒരു വിഷയത്തിലും ഇല്ലാതെ സംസാരിക്കരുത്. നാവ് കൊണ്ട് പറയുമ്പോൾ ഈ നാവ്, ഈ കണ്ണ്, ഈ കാത് എല്ലാം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സംസാരിക്കുന്നത്. നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഖുർആൻ പറയുന്നത് അതാണ്. നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് പലതും ഇങ്ങനെ ഏറ്റെടുത്ത്, നിങ്ങളുടെ വായകൾ കൊണ്ട് ഒരു ഇൽമുമില്ലാതെ നിങ്ങൾ പലതും വിളിച്ചു പറയുന്നു. എന്നിട്ട് അതൊക്കെ നിസ്സാരായിട്ട് നിങ്ങൾ ഇങ്ങനെ രസിച്ച് പറയണം. ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ തമാശ രൂപത്തിൽ ഇങ്ങനെ പറയാണ്. വഹുവ ഇൻദല്ലാഹി അളീം. അതൊക്കെ അള്ളാന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് എപ്പോഴും എന്തു പറയുമ്പോൾ സൂക്ഷിക്കണം. നാവ് പുറത്തേക്കിടുന്ന ഒരു ആയുധാണ്. എങ്ങനെയാ പോയി കൊള്ളുന്നത് നല്ലോണം ആലോചിച്ചിട്ട് പറയണം എന്നാണ്. കാരണം ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുത്തെ മഹത്വം കളങ്കപ്പെടുത്താനാണ് ഈ മനുഷ്യൻ ഇതൊക്കെ പറഞ്ഞതെങ്കിലും ഈ സംഭവവും മലർന്നു കിടന്ന് തുപ്പിയതുപോലെ അബ്ദുള്ളക്ക് തിരിച്ചടിയായി. എന്തേ? അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ മഹാത്മ്യം അങ്ങ് ഉയർന്നു. റസൂലുള്ളാനെ താറടിക്കാം, അങ്ങനെ ഒരു കഷ്ണവുമായിട്ട് തനിക്ക് പോകാം, നബിതങ്ങളോട് കുറെ ആളുകൾക്ക് വെറുപ്പുണ്ടായിക്കൊള്ളും, അങ്ങനെ മുസ്ലിമീങ്ങളിൽ ചേരി തിരിഞ്ഞ് തനിക്കുള്ള സ്ഥാനം നഷ്ടപ്പെടാതെ. അതാണല്ലോ അബ്ദുള്ളയുടെ അസൂയ. എന്താ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്ന് പറയുന്ന മുനാഫിക് നേതാവിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്ര അസൂയ എന്താ? അയാൾ മദീനയിൽ ഇങ്ങനെ നേതാവാകാൻ വേണ്ടി കുപ്പായം തുന്നി നടക്കുകയായിരുന്നു. അങ്ങനെ കുപ്പായം തുന്നി ആളുകളൊക്കെ അദ്ദേഹത്തെ അങ്ങനെ നേതൃത്വത്തിന്റെ കസേരയിൽ ഇരുത്താൻ വേണ്ടി തീരുമാനിച്ചിങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് മദീനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബത്തും വരുന്നത്. അതോടെ ജനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്ബോധനവും ഉപദേശങ്ങളും ഒക്കെ കേട്ടപ്പോ നബി തങ്ങളിലേക്ക് മനുഷ്യരൊക്കെ ആകൃഷ്ടരായി. അതിനിപ്പോ ഒരാളെ കുറ്റം പറഞ്ഞിട്ടെന്താ? ഇയാൾ അസൂയപ്പെട്ടിട്ടെന്താ? അങ്ങനെ എല്ലാവർക്കും നബി തങ്ങളോട് ഇഷ്ടായി. അപ്പൊ ഇയാൾക്ക് തോന്നി, ഇതിങ്ങനെ വിട്ടാൽ തന്റെ കസേര തെറിക്കും, തന്റെ അധികാരം പോകും, ആ സ്ഥാനത്ത് മുഹമ്മദിന് അധികാരം വരും, മുഹമ്മദിനെ എല്ലാവരും സ്നേഹിക്കുന്നു, എന്നെ വെറുക്കുന്നായി. അതിനെടുത്ത തന്ത്ര എന്താ മാർഗം? മുഹമ്മദിന്റെയും അനുയായികൾക്കും ഇടയിൽ തമ്മിൽ തെറ്റിക്കുക. അതിന് കിട്ടുന്ന ഓരോ ചാൻസുകളും അബ്ദുള്ള ഉപയോഗപ്പെടുത്തിയതാണ്. പക്ഷേ ഉപയോഗപ്പെടുത്തിയ ഓരോ ചാൻസും അവന് തന്നെ എതിരായിട്ട് ഭവിച്ചു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബികൾക്കും വെച്ചടി പുരോഗതിയും വളർച്ചയും ഇസ്ലാമിന് ഏറ്റവും വലിയ വളർച്ചയുമാണ് പ്രദാനം ചെയ്തത്. അങ്ങനെയാണ് ഈ സംഭവവും കലാശിച്ചത്. നബിതങ്ങളുടെ പേരിൽ, നമ്മുടെ ഉമ്മയുടെ പേരിൽ, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ വ്യഭിചാരോപണമൊക്കെ പറഞ്ഞു എന്നതല്ലാതെ ആ കുടുംബത്തിന്റെ മേന്മയും മഹാത്മ്യവും 10 മടങ്ങ് വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ നമ്മളൊക്കെ ഇന്നും ഖുർആൻ ഓതുമ്പോ ഈ ആയത്തുകൾ ഇങ്ങനെ ഓതല്ലേ, അപ്പൊ നമ്മുടെ ഉമ്മാനെ ഓർമ്മ വരും, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓർമ്മ വരും, നമുക്കവരോട് മഹബത്ത് കൂടും, അബ്ദുല്ലാനെ ഓർമ്മ വരും, അവനോട് ദേഷ്യം തോന്നും, അതിൽ പങ്കെടുത്ത മുനാഫിക്കീങ്ങളെ ഓർക്കും, അവരോട് രോഷം തോന്നും. അതെ, ആർക്കാപ്പതുകൊണ്ട് ഷെറായത്? അവർക്ക് തന്നെ. ആർക്കായതുകൊണ്ട് ഹൈറായത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബത്തിനും ഖൈറായിട്ടാണ് ഭവിച്ചത്. അതാ അള്ളാഹ് പറഞ്ഞത്, ഇതൊന്നും നിങ്ങൾക്ക് ഷർറാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ബൽ ഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഖൈറിനാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിൻ്റെ നിജസ്ഥിതി തെളിയിക്കപ്പെട്ടുകൊണ്ട് ആയത്തും ഇറങ്ങി. ഇനി സഹോദരങ്ങളെ, ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ യുദ്ധത്തിന് വലിയ സാഹസം ഉണ്ടായിട്ടില്ല. വലിയ അക്രമങ്ങളും വലിയ ത്യാഗങ്ങളൊന്നുമില്ലാതെ ഒരുപാട് ഗനീമത്ത് സമ്പത്തും ഒരുപാട് ആളുകളെ ബന്ദികളാക്കിയുമൊക്കെ പിടിക്കാൻ സാധിച്ച ഒരു യുദ്ധമാണ് ബനുൽ മുസ്തലഖ് യുദ്ധം. അങ്ങനെ ഈ യുദ്ധത്തിൽ പെട്ടെന്ന് ശത്രുക്കൾ കീഴടങ്ങുക ചെയ്തത്. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ധാരാളം സ്വത്തുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബന്ദികളുണ്ടായിരുന്നു. ഈ ബന്ദികളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്കിടയിൽ വീതിച്ചു കൊടുത്തു, പട്ടാളക്കാർക്കിടയിൽ വീതിച്ചു കൊടുത്തു. അങ്ങനെ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയ ഓഹരിയിൽ ഒരടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ. ജുവൈരിയ എന്ന് പറയുന്നത് ഈ മുസ്തലഖ് ഗോത്രത്തിന്റെ നേതാവായ ഹാരിസിന്റെ മകളാണ് ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ. അവര് ആ പക്ഷത്ത് നിലയുറപ്പിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ബന്ദികളായിക്കൊണ്ട് അവരെയും കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഇവര് മോചനം ആവശ്യപ്പെട്ടു. ആര്? ഈ ജുവൈരിയ. നമ്മൾ മനസ്സിലാക്കണം, അന്ന് സഹാബിമാർക്കിടയിൽ ഇങ്ങനെ ഓരോരുത്തരെ വീതിച്ചു. അങ്ങനെ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഒരടിമ സ്ത്രീയായിരുന്നു ജുവൈരിയ റളിയല്ലാഹു അൻഹ. അങ്ങനെ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു സാബിത്തിനോട്, ഞാനിങ്ങനെ അടിമയായി കഴിയാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നെ നിങ്ങൾ സ്വതന്ത്രയാക്കണം. അപ്പോൾ സ്വതന്ത്രയാക്കണം എന്നുണ്ടെങ്കിൽ അതിന് വമ്പിച്ച തുക തരണം എന്ന് സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലാണെങ്കിൽ സ്വത്തൊന്നുമില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇവിടെ അങ്ങനെ കഴിയാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നെ സ്വതന്ത്രയാക്കാൻ വേണ്ടി പറയണം. ഞാൻ സാബിത്തുമായിട്ട് മോചനമൂല്യം എഴുതാൻ വേണ്ടി കരാർ എഴുതിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ അടുക്കൽ അദ്ദേഹത്തിന് കൊടുക്കാൻ മാത്രമുള്ള തുകയില്ല. നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പണം പിന്നീട് തിരികെ തന്നുകൊള്ളാം എന്ന് ജുവൈരിയ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഞാൻ താങ്കൾക്ക് വേണ്ട രൂപത്തിലുള്ള സംഖ്യ തരാം, അതോടൊപ്പം ഒരു കാര്യവും കൂടി ഞാൻ പറയട്ടെയോ, ഇഷ്ടമാണെങ്കിൽ ഞാൻ താങ്കളെ വിവാഹം കഴിക്കാം. അങ്ങനെ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ, ആ ഗോത്രത്തലവനാണ് ഹാരിസിന്റെ മകളെ തന്നെ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയെ തന്നെ അള്ളാഹിന്റെ റസൂൽ വിവാഹം കഴിച്ചു. മഹർ അവരുടെ മോചനം തന്നെയായിരുന്നു. അവരുടെ മോചനത്തിനാവശ്യമായ തുക തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറായി നൽകിയത്. ഈ വിവരം ബാപ്പ ഹാരിസ് അറിഞ്ഞു. അദ്ദേഹം മുസ്ലിമാണ്. ഹാരിസ് അറിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ അവരുടെ പാട്ടിന് വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പയുടെ മുമ്പിൽ വെച്ച് തന്നെ ജുവൈരിയയോട് പറഞ്ഞു, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, പോകണോ എൻ്റെ കൂടെ നിൽക്കണോ, രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കാം. അങ്ങനെ മഹദിയായ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ അവരെന്താ തെരഞ്ഞെടുത്തത്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. ഇത് കണ്ടപ്പോൾ ബാപ്പക്ക് അത്ഭുതമായി. ആ ബാപ്പയുടെ മനസ്സും മലിഞ്ഞു. അവർ മുസ്ലിമായി എന്ന് മാത്രമല്ല, ആ ബനൂ മുസ്തലഖ് ഗോത്രം മുഴുവനും ഇത് കാരണത്താൽ മുസ്ലിമീങ്ങളായി. നബി തങ്ങളുടെ വിവാഹബന്ധം നടന്നിട്ടുള്ള ഒരു കുടുംബത്തിലെ ബന്ദികളെ ഇനി നമ്മൾ ബന്ദികളാക്കി വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അള്ളാന്റെ റസൂല് വിവാഹം കഴിച്ച കുടുംബത്തിലെ മെമ്പർമാരെ നമ്മൾ ഇനി ബന്ദികളാക്കി വെക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് സഹാബിമാര് കിട്ടിയ ആ കുടുംബത്തിലുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അടങ്ങുന്ന മുഴുവൻ ആളുകളെയും സ്വതന്ത്രരാക്കി വിട്ടു. ഇത് ഹാരിസിന്റെ മനസ്സിൽ നന്നായി സ്വാധീനിച്ചു. ആ ഗോത്രത്തിന്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ചു. ഈ ഒരൊറ്റ വിവാഹം കാരണത്താൽ ഒരു ഗോത്രവും ഒരു നാടും മുഴുവനും മുസ്ലിമീങ്ങളായി മാറുകയാണ് ഉണ്ടായത്. അതിനെപ്പറ്റി ചരിത്രം പറയുന്നത്, ഇതുപോലെ ഒരു സമൂഹത്തിന് ബർക്കത്തുള്ള ഒരു പെണ്ണുണ്ടായിട്ടുണ്ടാവില്ല. ഒരു ജനതക്ക് മുഴുവനും ബർക്കത്തായി ആര്? ജുവൈരിയ റളിയല്ലാഹു തആല. അവരെ അള്ളാന്റെ റസൂലാണ് വിവാഹം കഴിച്ചതോടുകൂടി ശത്രുപക്ഷത്തായിരുന്ന മുഴുവൻ ആളുകളും അള്ളാന്റെ റസൂലിൽ വിശ്വസിച്ച് മുസ്ലിമീങ്ങളായി. അത് ഇസ്ലാമിക മുന്നേറ്റത്തിനൊരു വല്ലാത്തൊരു വാതിൽ തുറന്നു കിട്ടി എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ചുരുക്കത്തിൽ ഈ യുദ്ധത്തോടനുബന്ധിച്ച് പിടിക്കപ്പെട്ട ബന്ദികളുടെ കൂട്ടത്തിലുള്ള ഒരാളായ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയുമായുള്ള വിവാഹം
ഈ ബനുൽ മുസ്തലഖ് യുദ്ധത്തിന്റെ ശേഷമാണ് നടന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ നിലക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹങ്ങളൊക്കെ, അവിടുത്തെ വിവാഹങ്ങളൊക്കെ ഓരോന്നും ഓരോ കാരണങ്ങൾക്കായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് വേറൊരു വിഷയമാണ്. എന്തായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുവാൻ വേണ്ടി ശത്രുക്കൾ മെനഞ്ഞ എല്ലാ കുതന്ത്രങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നതല്ലാതെ അവിടുത്തെ മഹത്വത്തിനോ അവിടുത്തെ കുടുംബത്തിൻ്റെ മഹത്വത്തിനോ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ സാധ്യമായില്ല. അള്ളാഹുവിൻ്റെ കാവലുണ്ടായി. അതുകൊണ്ട് ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് ഓരോ ഘട്ടങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും കൂടുതൽ കൂടുതൽ അവിടുത്തെ മഹത്വം നമുക്ക് വ്യക്തമാകുന്നു. അവിടുത്തെ സരണി അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് അവിടുത്തോടുള്ള മഹബ്ബത്ത്, സ്നേഹം, എല്ലാവരെക്കാളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുള്ളവരായി അവിടുന്ന് കൽപ്പിച്ച കൽപ്പനകളെ ജീവിതത്തിൽ പകർത്തി വിരോധങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നബിതങ്ങളോട് മഹബ്ബത്തുള്ളവരായി, സ്നേഹമുള്ളവരായി, അള്ളാഹുവിന്റെ സ്നേഹം പറ്റുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക, അധ്വാനിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് കരുത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ.